എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി. ഞാൻ അരിമാനിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ LD-യിൽ 726 റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് എഴുതിയത്. എനിക്കിപ്പോൾ കാട്ടാക്കട ട്രഷറിയിൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാം. സത്യമായിട്ട് നല്ല എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് മാത്സ് മാത്രം തന്നെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരുന്ന് സാറ് നന്നായിട്ട് കഥ പറയും പോലെയാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. INC സാറ്. നമ്മൾ PSC പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ പഠിക്കണം. അത് INC സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും നന്നായിട്ട് കിട്ടുന്ന നോട്ട് അതുപോലെ തറവായിട്ട് പഠിക്കണം. ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ ടെക്സ്റ്റ് വായിക്കും, അത് ഓർത്തിരിക്കും. പക്ഷേ എക്സാം വരുമ്പോൾ, ഓപ്ഷൻ വരുമ്പോൾ എല്ലാം കൂടെ മാറിപ്പോവും. പ്രത്യേകിച്ച് ആ തുറമുഖം അതൊക്കെ വരുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ എല്ലാം അങ്ങ് മാറിപ്പോവും. അപ്പോൾ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ചേച്ചി കിട്ടി. ഞാൻ പഠിച്ചിരുന്നപ്പോൾ കുറേ കുട്ടികൾ വന്ന് ഇതുപോലെ അവരെ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ചേച്ചി വന്ന് പഠിച്ചതെന്നാണ് പറഞ്ഞതെന്നാണ് എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. ആ ചേച്ചി പറയും, ആ ചേച്ചി പഠിച്ച നോട്ട്സ് തന്നെ പഠിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് തന്നെ വീണ്ടും 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 കേട്ടാണ് ആ ചേച്ചി പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് ഓർമ്മയില്ല. പക്ഷെ അതുപോലെയാണ് ഞാനും പഠിച്ചത്. എന്നാൽ ക്ലാസ് ഇന്നൊരു പാഠം പഠിച്ചാൽ അതെന്നും പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പോർഷൻ ഞാൻ പഠിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം പഠിക്കണമെങ്കിൽ ആ പോർഷൻ കൂടി വായിച്ചിട്ടേ ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടേ അത് പഠിക്കുമായിരുന്നു. അപ്പോൾ എന്നും വായിച്ച് പഠിച്ചാലേ നമുക്കത് തലയിരിക്കുള്ളൂ. നമ്മൾ വേറെ പഠിക്കും പോലെ പഠിച്ച് ഓർത്തിരിക്കും. എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഓർമ്മശക്തിയുണ്ട്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കാമെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും. എന്തായാലും ഓട്ടോമാറ്റിക് മറന്നു. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും, നമ്മൾ മാറിപ്പോവും. നമ്മൾ എന്ത് ചെയ്യും? എന്നും പഠിക്കണം. ഇവിടുത്തെ എക്സാമൊക്കെ സാർ ഇപ്പോൾ പറയും, ഇന്ന ദിവസം രാവിലെ 10 മണിക്ക് 10:30 വരെ എക്സാം നടത്തുമല്ല. അത് എപ്പോഴും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ റീവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര സഹായിക്കുന്നതാണ്. നമ്മൾ പഠിച്ച അതുപോലെ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ ഇല്ലാതെ വേണം എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ നോക്കി പഠിച്ചാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയി പോകും. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ നമ്മുടെ മനസ്സിൽ ആൻസർ വന്നാൽ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പം കൺഫ്യൂഷൻ വരാതെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഗ്രൂപ്പ് സ്റ്റഡീസൊക്കെ നടത്തുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാര്യം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, കാണാതെ തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഗ്രൂപ്പ് സ്റ്റഡിയിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. സാറിൻ്റെ ക്ലാസ്സും INC സാറിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടുകൾ തറവായിട്ട് പഠിച്ചാൽ ഒരു 10-50 മാർക്കോളം അതിൽ തന്നെ നേടാം. സാറ് നല്ല കഥ പോലെയല്ലേ പറഞ്ഞു തരുള്ളൂ. നമുക്കപ്പോൾ അത് പഠിക്കാൻ വേണ്ടി എളുപ്പമല്ലേ. 1-2 പേര്, വർഷം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം തന്നെ നമുക്ക് പഠിക്കാനായിട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം സാറ് നല്ല കഥ പോലെ പറഞ്ഞു തരും. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇതാണ്. വേറെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, വേറെ ട്യൂഷൻ ക്ലാസ്സിലെ ബുക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ചവറ് പോലെ നോട്ട്സാണ് തരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റ് പോയിൻ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. സീരിയസ് ആയിട്ട് ഒരു സമയം പോലും കളയാതെ നല്ലതായിട്ട് ഇരുന്ന് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ട്രിക്കൊക്കെ ഉണ്ടല്ലോ, ചില ഇങ്ങനെ സാറ് ഓരോ കോഡൊക്കെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അത് മാറാതിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ബസ്സിലല്ലേ പോകണം. അപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തണം വരെ ആ കോഡ് മാത്രം പറഞ്ഞു കൊടുക്കും. വേറെ ഒന്നും നോക്കില്ല, വേറെ ഒന്നും പറയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി അതുവരെ പോകും വരെ ആ കോഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ആ കോഡ് തറവാകും. പിന്നെ അത് മാറില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരികയും ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ മാത്സ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. സാറിൻ്റെ ക്ലാസ് സാർ ഭയങ്കര മോട്ടിവേഷനാണ്. സാർ ഇതുപോലെ എന്നും പഠിക്കണം. ഞാൻ എന്നും പഠിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സ്റ്റേറ്റ് ഞാൻ വായിക്കും. എന്ന് വെച്ചാൽ ജസ്റ്റ് പഠിക്കണമില്ല, ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും പഠിക്കില്ല. ഒരു സ്റ്റേറ്റ് ഒരു ദിവസം എന്തായാലും വായിച്ചിരിക്കും, ഒരു ജില്ല എന്തായാലും വായിച്ചിരിക്കും. അപ്പോൾ ഒരു മാസം ആകുമ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ് എന്തായാലും, സ്റ്റേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുമല്ലോ. അപ്പോൾ അത് പഠിക്കും. പിന്നെ ഒരു ടോപ്പിക്കും എന്തായാലും വായിക്കും, ഒരു നോട്ടും എന്തായാലും വായിച്ചിരിക്കും. എനിക്ക് ഞാൻ 2019 വന്നതാണ്. 21ാമത്തെ എക്സാം എനിക്ക് കിട്ടി. അപ്പോൾ കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കിട്ടിയത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാവുന്നത് തന്നെയുണ്ട്, എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ.